ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു റേസ് എഡ്യൂക്കേഷൻ. മക്കളെ, നാളെ തിങ്കളാഴ്ച നിങ്ങളുടെ സോഷ്യൽ സയൻസിന്റെ SLC എക്സാമിനേഷൻ ആണ്. സോ പൊതുഭരണം അഥവാ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ 2-3 ഇമ്പോർട്ടന്റ് ചോദ്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. സോ എല്ലാവരും ഈ വീഡിയോ ആദ്യ അവസാനം വരെ ഇരുന്ന് കാണുക. നമുക്ക് അടിപൊളിയായിട്ട് 2-3 ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, ഒന്നാമത് നമ്മൾ ഇന്ത്യൻ സിവിൽ സർവീസിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ പഠിച്ചിരിക്കുക. ഓക്കെ, 3ആയിട്ടാണ് നമ്മൾ സിവിൽ സർവീസിനെ ഡിവൈഡ് ചെയ്യുന്നത്. സിവിൽ സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഒരു കൂട്ടം അല്ലെ, ബ്യൂറോക്രസി എന്നൊക്കെ നമ്മൾ പറയും. അതിനെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തേത് എന്താ? ഓൾ ഇന്ത്യ സർവീസ് എന്ന് പറയും. അഖിലേന്ത്യാ സർവീസ് എന്നാണ് ഇതിനെ മലയാളത്തിൽ പറയുക. ദേശീയ തലത്തിലാണ് എക്സാം നടത്തുക. നമ്മൾ സിവിൽ സർവീസ് എക്സാം നമ്മൾ പറയുന്ന UPSC നടത്തുന്ന എക്സാം വഴിയാണ് ഈ ഓൾ ഇന്ത്യ സർവീസിൽ നിങ്ങൾക്ക് എന്താ ഒരു അപ്പോയിൻമെന്റ് ഒക്കെ കിട്ടുക എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക അല്ലേ. ദേശീയ തലത്തിലാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോയിന്റ് ഇൻ സെൻട്രൽ ഓർ സ്റ്റേറ്റ് സർവീസ്. ഇവർക്ക് സെൻട്രൽ ഗവൺമെന്റ് ഓഫീസുകളിലും സ്റ്റേറ്റ് ഗവൺമെന്റ് ഓഫീസുകളിലും ജോലി കിട്ടാം. ഉദാഹരണമായിട്ട് IAS IPS പോലുള്ള സർവീസുകൾ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കേഡർ സെറ്റപ്പാണ്, ഒരു കേഡർ സിസ്റ്റം ഉണ്ടാവും. ഇപ്പോൾ കേരള കേഡർ IAS ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ കേരള കേഡർ IPS ഉദ്യോഗസ്ഥന്മാർ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പോൾ കേരള കേഡർ കിട്ടിയ IAS ഉദ്യോഗസ്ഥനാണെങ്കിൽ കേരളത്തിലായിരിക്കും വർക്ക് ചെയ്യുക. കേരള കേഡർ കിട്ടിയ IPS ഉദ്യോഗസ്ഥനാണെങ്കിൽ കേരളത്തിൽ തന്നെയായിരിക്കും വർക്ക് ചെയ്യുക. പക്ഷേ ഇവർക്ക് ഡെപ്യൂട്ടേഷൻ ഒക്കെ കിട്ടും. സെൻട്രൽ ഡെപ്യൂട്ടേഷൻ കിട്ടിയിട്ട് ഡൽഹിയിലേക്ക് വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ വേറെ സ്റ്റേറ്റിലേക്ക് ഡെപ്യൂട്ടേഷൻ ഒക്കെ പോകാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകുന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മൾ സിവിൽ സർവീസിനെ 3ആയിട്ട് തരംതിരിക്കുന്നതിൽ ആദ്യത്തെ ഗ്രൂപ്പാണ് ഓൾ ഇന്ത്യ സർവീസ് അല്ലെങ്കിൽ അഖിലേന്ത്യാ സർവീസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സർവീസ് നമ്മൾ സെൻട്രൽ സർവീസ് എന്ന് പറയും. ഇവർക്ക് സെൻട്രൽ ഗവൺമെന്റ് ഓഫീസുകളിലായിരിക്കും അധികം അപ്പോയിൻമെന്റ് കിട്ടുക എന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, റിക്രൂട്ട്സ് അറ്റ് നാഷണൽ ലെവൽ. UPSC SSC ഒക്കെയാണ് ഇതിലേക്കുള്ള എക്സാം ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്. ദേശീയ തലത്തിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പൊക്കെ നടക്കുക. കേന്ദ്ര ഗവൺമെന്റ് മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകളിലാണ് ഇവർക്ക് നിയമനം കിട്ടുക എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഉദാഹരണമായിട്ട് ഇന്ത്യൻ ഫോറിൻ സർവീസും ഇന്ത്യൻ റെയിൽവേ സർവീസ്, ഇന്ത്യൻ റവന്യൂ സർവീസ് ഒക്കെ ഇതിന് ഉദാഹരണമാണെന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. മൂന്നാമത് എന്താ? സ്റ്റേറ്റ് സർവീസ്. നമ്മൾ ഇപ്പോൾ കേരള PSC, കർണാടക PSC, തമിഴ്നാട് PSC പോലുള്ള PSCകൾ വഴിയാണ് ഇതിലേക്കുള്ള ജോലി കിട്ടുക എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. എല്ലാ സംസ്ഥാനങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള PSC ഉണ്ട് എന്നുള്ള കാര്യം കൂടെ, പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ നല്ലതാണ്. സോ റിക്രൂട്ട്സ് അറ്റ് സ്റ്റേറ്റ് ലെവലാണ്. അപ്പോയിന്റ് ഇൻ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓൺലി. അല്ലെ, ഈ ഓൺലി എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. സ്റ്റേറ്റ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ മാത്രമാണ് നിയമനം ഉണ്ടാവുക എന്നുള്ള കാര്യമാണ് സ്റ്റേറ്റ് സർവീസിന്റെ ഒരു പ്രത്യേകതയായിട്ട് നമ്മൾ പഠിക്കുന്നത്. സോ ഓൾ ഇന്ത്യ സർവീസ് പഠിച്ചു, സെൻട്രൽ സർവീസ് പഠിച്ചു, ഇപ്പോൾ സ്റ്റേറ്റ് സർവീസ്. അങ്ങനെ നമ്മൾ സിവിൽ സർവീസിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം എല്ലാ മക്കളും ഒന്ന് ക്ലിയർ ആയിട്ട് ഇവിടെ നിന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്തത് എന്താ? ഈ ഗവേണൻസിന്റെ ഗുണങ്ങൾ എന്തെല്ലാം? ഈ ഗവേണൻസ് അല്ലെ, ഈ ഗവേണൻസിന്റെ ഗുണം അല്ലെ, ഗവേണൻസ് ആണ് കേട്ടോ. ഗവേണൻസ് ഇവിടെ ഒരു ചെറിയൊരു സ്പെല്ലിംഗ് പ്രശ്നമുണ്ട്. ഗവേണൻസിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാം എന്നുള്ളതാണ്. ഈ ഗവേണൻസിൻ്റെ ഗുണങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ? ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗത്തെയാണ് നമ്മൾ എന്താ ഈ ഗവേണൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ള കാര്യം, ഈ ഗവേണൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗത്തെയാണ് നമ്മൾ ഈ ഗവേണൻസ് എന്ന് പറയാന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മളെ കമ്പ്യൂട്ടർ മൊബൈലൊക്കെ ഒരുപാട് വന്നതിനെ കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു സംഭവം നടക്കുന്നതെന്നുള്ള കാര്യം കൂടെ നിങ്ങളൊന്ന് അറിഞ്ഞാൽ നല്ലതാണ്. സോ വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്താലാണ് ഇവിടെ സേവനം, നമുക്ക് സർവീസ് കിട്ടുന്നത്. നമുക്കിപ്പോൾ ഒരു വരുമാന സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ് കിട്ടാൻ പണ്ട് ഓഫീസുകളൊക്കെ ഇങ്ങനെ കയറണമായിരുന്നു. ഇപ്പോൾ നമുക്കത് ഓൺലൈൻ വഴി അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ നീഡ് നോട്ട് ടു വെയിറ്റ് ഇൻ ഗവൺമെന്റ് ഓഫീസേഴ്സ് ഫോർ സർവീസ്. ഒരുപാട് കാലം നമ്മൾ സേവനത്തിനായിട്ട് സർക്കാർ ഓഫീസുകളിൽ കാത്തു നിൽക്കേണ്ട ഒരു ആവശ്യമില്ല ഈ ഗവേണൻസ് വന്നതിനെ കൊണ്ട്. ഓക്കെ, പിന്നെ സർക്കാർ സേവനം കുറഞ്ഞ ചെലവിലും വേഗത്തിലും ലഭിക്കുന്നു കേട്ടോ. ഗവൺമെന്റ് സർവീസ് ഓഫേർഡ് സ്പീഡ്ലി വിത്ത് ലെസ് എക്സ്പെൻസ് ആണ്. ഇതാണ് മറ്റൊരു പ്രത്യേകതയായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. പിന്നെ എഫിഷ്യൻസി ഓഫ് ദ ഓഫീസേഴ്സ് ആൻഡ് ക്വാളിറ്റി ഓഫ് ദ സർവീസസ് എൻഹാൻസ്. അല്ലേ, സർക്കാർ ഓഫീസുകളുടെ എഫിഷ്യൻസി ഒക്കെ വളരെ കൂടിയിട്ടുണ്ട് ഈ ഗവേണൻസ് വന്നതിനെ കൊണ്ടുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ അടുത്ത ചോദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് ലോക്പാലിനെയും ലോകായുക്തയെയും കമ്പയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാം. കമ്പയർ ബിറ്റ്വീൻ ലോക്പാൽ ആൻഡ് ലോകായുക്ത, അല്ലെങ്കിൽ ലോക്പാലിന്റെ പ്രത്യേകത എന്താണ് അല്ലെങ്കിൽ ലോകായുക്തയുടെ പ്രത്യേകത എന്താണെന്ന് എടുത്ത് ചോദിക്കാം. സോ ആ കാര്യം കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ലോക്പാലും ലോകായുക്തയും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത് വിശദമാക്കുക അല്ലേ. സോ ഭരണതലത്തിലുള്ള അഴിമതികൾ തടയാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ലോക്പാലും ലോകായുക്ത എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഏജൻസികളാണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. സോ ലോക്പാൽ ആൻഡ് ലോകായുക്ത ആർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ടു പ്രിവെന്റ് കറപ്ഷൻ അറ്റ് അഡ്മിനിസ്ട്രേറ്റീവ്, ബ്യൂറോക്രാറ്റിക് ആൻഡ് പൊളിറ്റിക്കൽ ലെവൽ. അല്ലെ, ഈ 3 തലങ്ങളിലുള്ള അഴിമതി തടയാനായിട്ട് വന്നിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ലോക്പാലും ലോകായുക്ത എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ലോക്പാൽ ദേശീയ തലത്തിലും ലോകായുക്ത സംസ്ഥാന തലത്തിലാണ് വർക്ക് ചെയ്യുക എന്നുള്ള കാര്യം കൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കണേ. നമ്മൾ ക്ലിയർ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട് ലോക്പാൽ അല്ലെ, ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനമാണ് ലോക്പാൽ എന്നുള്ളത്. ദേശീയ തലമാണ് ലോക്പാൽ, ലോകായുക്ത സംസ്ഥാന തലത്തിലാണെന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക അല്ലെ. പൊതുപ്രവർത്തകർക്കെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും ഉന്നയിക്കപ്പെടുന്ന അഴിമതികളിൽ
കേസെടുത്ത് അന്വേഷിക്കാനും നടപടികൾക്ക് നിർദ്ദേശിക്കാനും ലോക്പാലിന് അധികാരമുള്ളതായിട്ടും കൂടെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. പിന്നെ ലോകായുക്ത പറയുകയാണെങ്കിൽ സംസ്ഥാന തലമാണ്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ സംസ്ഥാനങ്ങളിലും ലോകായുക്ത ഉണ്ടാവും. സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനമാണ് ലോകായുക്ത. കോടതി നടപടികളുടെ അതേ രീതിയാണ് ഇവയ്ക്കൊക്കെ ഉള്ളതെന്നുള്ള കാര്യം കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മൾ 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ പഠിച്ചിട്ടുണ്ട്. ഇതെന്തായാലും നിങ്ങളൊന്ന് നോക്കി വെക്കുക എക്സാമിന് പോകുന്നതിന് മുന്നേ. ഓക്കെ, സോ ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് നിങ്ങളെ കാണാൻ ഞാൻ ഇനിയും വരും. ബൈ.